രജിത് എസ് ഉണ്ണിത്താൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തും നൽകി എന്താണ് വിഴിഞ്ഞത്ത് സംഭവിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കണമെന്ന്. ഇതിൽ കൂടുതൽ എന്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കാനാണ് എന്ന മറുപടിയുണ്ട്. പക്ഷേ ഇവിടെ ഈ ദേശാഭിമാനി വാർത്ത ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ, ഈ ദേശാഭിമാനിയിൽ മാത്രമേ വാർത്ത വന്നുള്ളൂ, അത് അന്നത്തെ സർക്കാരിൻ്റെ സോഴ്സാണ് ദേശാഭിമാനി എന്ന് പറയുമ്പോൾ മറ്റു ചില പത്രങ്ങളിലും ഇത് വന്നിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് ദേശാഭിമാനി വന്ന വാർത്തയ്ക്ക് അപ്പുറമായി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്താണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലമായി ഈ പറയുന്ന അദാനിയും MSC കമ്പനിയും തമ്മിലുള്ള ധാരണാപരമായ ഒരു ചർച്ചകൾ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. MSC കമ്പനി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന രീതിയിൽ ഓഹരി കൈമാറ്റത്തിന് വേണ്ടി വന്നൊരു കമ്പനിയല്ലല്ലോ. ഈ ചർച്ചകൾ വരുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോഴാണ് ഈ ചർച്ചകൾ മുന്നോട്ട് വരുന്നത്. ഈ ചർച്ചകൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടക്കുന്നുണ്ട് എന്ന് അദാനി കമ്പനി പോലും സമ്മതിച്ചു പോകുന്ന കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വെളിയിലേക്ക് വന്നപ്പോൾ സെബിയെ പോലുള്ളിടത്തേക്ക് ഈ കത്ത് പോകുമ്പോൾ, അദാനി കമ്പനി കത്തെഴുതുമ്പോൾ കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു വിവാദമുണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറിയതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത്. ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് വേറെ പത്രത്തെ പോലെയല്ലല്ലോ. CPMൻ്റെ മുഖപത്രമായി അവർക്ക് വേണ്ടി എഴുതുന്ന ഒരു പത്രമാണല്ലോ. ആ പത്രത്തിൽ എപ്പോഴൊക്കെയാണ് ന്യൂസ് വന്നത്? ഇതുമായി ബന്ധം ജൂൺ 5-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ജൂൺ 5-ാം തീയതി വന്ന വാർത്ത. ആ വാർത്ത എന്ന് പറയുന്നത് MSC കമ്പനിയുമായി ബന്ധപ്പെട്ട് ഓഹരി 13,000 കോടിയുടെ ഓഹരി വരുന്നു എന്നുള്ള രീതിയിലേക്ക്, അത് ഞങ്ങളുടെ സർക്കാരിൻ്റെ വിജയമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു പത്രത്തിൽ വാർത്ത വരികയാണ്. ആ വാർത്ത വരുമ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട MD എന്ന് പറയുന്നത് CPM വെച്ച് MD ആണ്, അല്ലാതെ മെയ് 18-ാം തീയതി അധികാരമേറ്റ UDF ഗവൺമെൻറ് വെച്ചൊരു MD അല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് മുൻ ഗവൺമെൻറ്റിൻ്റെ സോഴ്സാണ്, അല്ലെങ്കിൽ MDയുമായി ബന്ധപ്പെട്ട സോഴ്സാണ് ദേശാഭിമാനി പത്രത്തിന് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന സെബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ വാർത്തകൾ വരുമ്പോൾ വീണ്ടും ഈ ദേശാഭിമാനി പത്രത്തിൽ അന്ന് രാവിലെ വന്ന വാർത്ത എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം കോൺക്ലേവുമായി ബന്ധപ്പെട്ട് MSC കമ്പനി വന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിക്ഷേപങ്ങൾ വരുന്നു, അത് ഞങ്ങളുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ്, ഞങ്ങൾ വികസനത്തിൻ്റെ പിറയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പത്രം വീണ്ടും എഴുതുകയാണ്. അപ്പോഴും ഈ പറയുന്ന CPM നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. പിന്നീട് ഇത് വിവാദമാക്കാൻ പറ്റുന്നൊരു വിഷയമാണ്, ഇത് വേറെ രീതിയിലേക്ക് സർക്കാരിനെ ആക്രമിക്കാൻ പറ്റുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കം പറഞ്ഞുകൊണ്ട് CPM പോലെ ഒരു പാർട്ടിയും പ്രതിപക്ഷവും മലക്കം പറഞ്ഞ് ഒരടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതാണ്. ഇതിൻ്റെ CPM ന്യായീകരണം പറയുന്നുണ്ട് ഇപ്പോൾ, അതായത് ആ കള്ളക്കളി ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്, അതുകൊണ്ട് ഞങ്ങൾക്കത് പറയേണ്ടി വരുമെന്നാണ്. അവിടെ ദേശാഭിമാനിയിലെ വാർത്തയെ തള്ളിക്കളയുന്നുമുണ്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യം സംബന്ധിച്ചെല്ലാം മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് VD സതീശൻ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഒരു സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്ന നിലപാടിനെയാണ് ഞങ്ങളെല്ലാം എതിർത്തത്. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന VD സതീശന്റെ നിലപാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം. ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും മാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല, അതിൽ പാർട്ടി നേതൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. CPMുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദാനിയുമായിട്ട് ഈ രീതിയിലുള്ള ഒരു ഡീലും ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ആരാണ് കള്ളം പറയുന്നത് എന്നതാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.